എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ പ്രധാനമായും നമ്മൾ പറയുന്നത് OCDയെക്കുറിച്ചാണ്. എന്തൊക്കെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞാലും അവസാനം ആളുകളുടെ ചോദ്യം വന്നു നിൽക്കുന്നത് OCDയെക്കുറിച്ച് പറയാനാണ്. OCD കൃത്യമായി എന്താണ്, അതിനുള്ള പരിഹാരങ്ങൾ എന്തെല്ലാമാണ്, അത് ചികിത്സിക്കേണ്ടത് എങ്ങനെയാണ്, അത് ചികിത്സിച്ചാൽ മാറുമോ, ഇത്തരത്തിലുള്ള സംശയങ്ങളിലൂടെയാണ് എന്നും ആളുകൾ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് OCDക്ക് ഇത്രയധികം സംശയങ്ങൾ വരുന്നത്? ഇതിന് പ്രധാന കാരണം OCDയുടെ ഒരു രീതി തന്നെ സംശയം മനസ്സിലുണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ മനസ്സിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ഉളവാക്കുക. ആ സംശയം കാരണം തന്നെ നമ്മൾ ആ സംശയ ദൂരീകരണത്തിനായി നമ്മൾ പ്രയത്നിക്കുക. ഈ രീതിയാണ് OCD പലപ്പോഴും പിന്തുടരുന്നത്. അതുകൊണ്ടായിരിക്കും OCDക്ക് കൂടുതലായി സംശയങ്ങൾ ഉന്നയിക്കുന്നത്. എന്തു തന്നെയായാലും OCDയെക്കുറിച്ച് കൃത്യമായ വിവരണങ്ങൾ നൽകുന്ന ധാരാളം വീഡിയോകൾ ഈ ഒരു ചാനലിൽ ലഭ്യമാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. OCD എന്താണെന്നും അതിൻ്റെ വിവിധ രൂപങ്ങൾ എന്താണെന്നും അതിനുള്ള വിവിധ തരത്തിലുള്ള ചികിത്സാ രീതികൾ എന്താണ്, ഏത് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ OCDക്ക് പൂർണ്ണമായും മാറ്റമുണ്ടാകും, ഈ ഒരു OCD പരിപൂർണമായി ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പല വീഡിയോകളിലായി കിടക്കുന്നുണ്ട്. ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഉദ്ദേശം എന്നുള്ളത് വളരെ സൗകര്യപ്രദമായി OCDയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒരു പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തുക, അത് കൃത്യമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോകൾ ആദ്യമായി കാണുന്ന ആളുകൾക്ക് പ്രധാനമായും മനസ്സിൽ വരുന്ന ഒരു പ്രധാന സംശയമായിരിക്കും, എന്താണ് ഈ OCD? OCD എന്നത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നുള്ള ഒരു ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ഒരു ചുരുക്കപ്പേരാണ്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അല്ലെങ്കിൽ OCDയിൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇത്തരത്തിലുള്ള OCD പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ അവരുടെ മനസ്സിലേക്ക് ആവർത്തിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നെഗറ്റീവായ ചിന്തകൾ, പ്രേരണകൾ അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്നു. ഇത്തരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ പ്രേരണകൾ, അതുമല്ലെങ്കിൽ ഇമേജസ് അല്ലെങ്കിൽ ചിത്രങ്ങൾ, ഇവയൊന്നും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടല്ല നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അത് കടന്നു വരേണ്ട എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ ആഗ്രഹത്തിന് വിപരീതമായി ഇത്തരത്തിലുള്ള ചിന്തകളും ചിത്രങ്ങളും അതുപോലെ തന്നെ പ്രേരണകളും നമ്മുടെ മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്നു. അത് നമുക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പോലും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ ചിന്തകളും ചിത്രങ്ങളും പ്രേരണകളുമെല്ലാം നമുക്ക് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്തകളും ചിത്രങ്ങളും പ്രേരണകളുമായിരിക്കും. അത് അനവസരങ്ങളിൽ വരുന്ന ചിന്തകളായിരിക്കും. ആ അവസരത്തിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത ചിത്രങ്ങളായിരിക്കും. ഒരവസരത്തിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കും. പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇത്തരത്തിലുള്ള പ്രേരണകളും പലപ്പോഴും നമ്മളിലേക്ക് വരാറുണ്ട്. എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പ്രേരണ, ആ പ്രേരണ ഒരിക്കലും നമ്മുടെ ആഗ്രഹപ്രകാരമായിരിക്കില്ല മനസ്സിലേക്ക് വരുന്നത്. ഈ ഒരു അവസ്ഥയെയാണ് OCD അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളത്. OCD എന്നുള്ളത് ഒരു മാനസികമായ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ ഇതൊരു മാരകമായ മാനസിക രോഗമല്ല. വളരെയധികം ആളുകൾ OCD അനുഭവിക്കുന്നവരായി ഉണ്ടായിരിക്കാം. ചില ആളുകൾക്ക് വളരെ മൈൽഡായ രീതിയിൽ, അവരുടെ ജീവിത രീതിയെ ഒരിക്കലും ബാധിക്കാത്ത രീതിയിൽ ചെറിയ തോതിൽ ഇത്തരം ഒബ്സസീവ് കമ്പൽസീവ് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ചില ആളുകൾക്കാവട്ടെ ഒരു മോഡറേറ്റായ രീതിയിൽ, അതായത് ജീവിതത്തെ അധികമൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള OCD ഉണ്ടാവാറുണ്ട്. മറ്റ് ചിലർക്കാവട്ടെ വളരെ സീരിയസ് ആയ രീതിയിൽ അവർക്ക് ജീവിതത്തിൽ വളരെയധികം സമയനഷ്ടവും ടെൻഷനും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ഒരു OCD നിലനിൽക്കാറുണ്ട്. ഇതിൽ മൂന്നാമത് പറഞ്ഞ ഒരു പ്രശ്നത്തിനാണ് നമ്മൾ ചികിത്സ എന്നുള്ള ഒരു പടിയിലേക്ക് കയറേണ്ടത്. മൈൽഡും മോഡറേറ്റുമായിട്ടുള്ള OCDകൾ പലപ്പോഴും നമുക്ക് ചികിത്സകളൊന്നും നൽകാതെ തന്നെ, അത് നമ്മുടെ ചെറിയ ടെക്നിക്കുകളിലൂടെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ പലപ്പോഴും നമ്മൾ ആ ഒരു OCDയെ അംഗീകരിച്ചും അതിനെ അവഗണിച്ചോ അല്ലെങ്കിൽ പരിഗണിച്ചോ ഒക്കെ നമ്മളറിയാതെ, അതൊരു ചികിത്സയുടെ രീതിയാവണമെന്നില്ല, എന്നാൽ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു OCD നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിന്നാലും
നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകാറുണ്ട്. എന്നാൽ മൂന്നാമത്തെ രീതി, അതായത് സിവിയറായി നമ്മളെ OCD ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അതിനൊരു പരിഹാരം, ഒരു ചികിത്സയും അതിൽ നിന്ന് പൂർണ്ണമായൊരു വിമോചനവും ആവശ്യമായി വരും. മറ്റൊരു ചോദ്യമാണ് OCDയിൽ ഒബ്സഷനും കമ്പൽഷനും എന്തെല്ലാമാണെന്ന്. ഇതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. നമ്മൾ OCD എന്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒബ്സഷനെക്കുറിച്ച് പറഞ്ഞു. അതായത് നമ്മുടെ മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്ന ചിന്തകളും ചിത്രങ്ങളും പ്രേരണകളും ഇവയെല്ലാം നമുക്ക് ഒബ്സഷനായി കണക്കാക്കാം. ഇത്തരത്തിലുള്ള ചിന്തകളും ചിത്രങ്ങളും പ്രേരണകളും മനസ്സിൽ വരുമ്പോൾ ആ 3 കാര്യങ്ങളും നമ്മളിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അസ്വസ്ഥത ഇല്ലാതാക്കാൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. അത്തരം പ്രവൃത്തികളെയാണ് കമ്പൽസീവായ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അതായത് ഒബ്സഷനുകൾക്ക് നമ്മളിലുണ്ടാക്കാവുന്ന അസ്വസ്ഥതകൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ തന്നെ കൈക്കൊള്ളുന്ന ചില പ്രവൃത്തികൾ, പെരുമാറ്റങ്ങൾ, അവയെ നമുക്ക് കമ്പൽഷൻ എന്ന് വേണമെങ്കിൽ കൃത്യമായി വിളിക്കാം. അങ്ങനെ ഒബ്സഷനും കമ്പൽഷനുകളും ഒന്നിച്ചു ചേരുന്നതാണ് OCD. OCDയെക്കുറിച്ച് സർവ്വസാധാരണമായ ഒരു ചോദ്യമാണ് എന്തെല്ലാം തരത്തിലുള്ള OCDകളാണ് കാണപ്പെടുന്നത് എന്ന്. ഇതിൽ അതിപ്രധാനമായിട്ടുള്ള, ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു OCDയായി നമുക്ക് പറയാൻ കഴിയുന്നത് കണ്ടാമിനേഷൻ OCD എന്നുള്ളതാണ്. ഇതിലൊരാൾക്ക് തോന്നുന്നത് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും രോഗാണുക്കളോ അഴുക്കുകളോ കൊണ്ട് മലിനമാക്കപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ മലിനമാക്കപ്പെടും എന്നുള്ള ഒരു തോന്നലാണ്. ഈ ഒരു കാരണത്താൽ തന്നെ പല പ്രതലങ്ങളിലും സ്പർശിക്കുന്നതിനോ, കോമണായി എല്ലാവരും ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ, കോമണായി എല്ലാവരും ഇരിക്കുന്ന സ്ഥലങ്ങൾ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ അവർക്കൊരു മടി കാണും. കാരണം ആ ഭാഗങ്ങൾ നമ്മൾ സ്പർശിച്ചാലോ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ ഇരിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ, ആ സ്ഥലത്തു കൂടെ പോയി കഴിഞ്ഞാൽ തൻ്റെ ശരീരം രോഗാണുക്കളോ അല്ലെങ്കിൽ മലിന വസ്തുക്കളോ കലർന്ന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള ഒരു പേടിയാണ് അവർക്കുണ്ടാകുന്നത്. ഇതാണ് കണ്ടാമിനേഷൻ OCD. മറ്റൊന്നാണ് ലൂസിങ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു തരം OCD. അതായത് ഞാൻ അറിയാതെ ആരെങ്കിലും തെറി വിളിച്ചു പോകുമോ, അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചു പോകുമോ, ആരുടെയെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കുമോ, ഞാൻ ഒരു ഓപ്പണായി എല്ലാവരും കൂടി നിൽക്കുന്ന ഒരു സദസ്സിൽ ഉറക്കെ അലറി വിളിച്ച് എന്തെങ്കിലും വിളിച്ചു പറയുമോ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പേടികൾ, ലൂസിങ് കൺട്രോൾ, എനിക്ക് എൻ്റെ തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്ന ഒരു ഭയപ്പാടാണ് ലൂസിങ് കൺട്രോൾ എന്നുള്ള OCDയിൽ സംഭവിക്കുന്നത്. മറ്റൊരു തരത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു OCDയാണ് ഹാം OCD എന്നറിയപ്പെടുന്നത്. ഇതിൽ നമ്മളെയോ മറ്റുള്ളവരെയോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഭയമാണ് കൂടുതലായി കാണുന്നത്. അതല്ലെങ്കിൽ അശ്രദ്ധ കാരണം എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ള മറ്റൊരു ഭയവും. ഇതുണ്ടാകുന്ന ആളുകൾക്ക് സാധാരണയായി കാണപ്പെടുന്നതാണ് ഒരു ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ ഡോറിനരികിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ അറിയാതെ ഇതിൽ നിന്നും ചാടിപ്പോവും എന്നുള്ള ഒരു പേടി. ഈ ഒരു പേടി കാരണം അവർ ഡോറിൻ്റെ സമീപത്ത് പോലും നിൽക്കാൻ താല്പര്യപ്പെടില്ല. മറ്റൊന്നാണ് വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ഞാൻ അറിയാതെ ആരുടെയെങ്കിലും നെഞ്ചത്തേക്ക് ഈ വണ്ടി ഓടിച്ച് കയറ്റിപ്പോകുമോ എന്നുള്ള പേടി. ഈ പേടി വല്ലാതെ ഉണ്ടാകുന്ന ആളുകൾക്ക് ഡ്രൈവ് ചെയ്യാൻ പോലും പേടിയായിരിക്കും. അതുപോലെ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ അപായപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ള OCD, മറ്റുള്ളവരെ അപായപ്പെടുത്തി പോകുമോ എന്നുള്ള തരത്തിലുള്ള OCD. ഇതിനൊരു ഉദാഹരണമാണ് നമ്മൾ പച്ചക്കറിയോ മറ്റോ അരിയാൻ വേണ്ടി ഒരു കത്തിയും കൊണ്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ അതിലൂടെ നടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളെ അറിയാതെ അതുകൊണ്ട് പരിക്കേൽപ്പിക്കുമോ എന്നുള്ള പേടി. ഇത്തരത്തിലുള്ള പേടികളാണ് ഹാം OCDയിൽ സാധാരണയായി കാണപ്പെടുന്നത്. മറ്റൊരു തരത്തിനെ നമുക്ക് സെക്ഷൽ OCD എന്ന് കോമണായി പറയാം. ഇതിലുണ്ടാകുന്ന പേടി എന്നുള്ളത് ഞാൻ ഹോമോസെക്ഷലാണോ, ഞാൻ ഹോമോസെക്ഷലായി മാറുമോ, അതുപോലെ തന്നെ എനിക്ക് ചെറിയ കുട്ടികളോട്
ലൈംഗികമായ താല്പര്യക്കൂടുതൽ തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെ എൻ്റെ ബ്ലഡ് റിലേഷൻസിലുള്ള ആളുകളോട്, എൻ്റെ കുട്ടികളോട് അല്ലെങ്കിൽ എൻ്റെ അമ്മയോടോ സഹോദരിയോടോ ഒക്കെ ലൈംഗികമായ ഒരു താല്പര്യം എനിക്ക് തോന്നിപ്പോകുമോ എന്നുള്ള പേടി, അങ്ങനെ തോന്നിപ്പോകുന്നുണ്ടോ എന്നുള്ള പേടി. ഇത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള ലൈംഗികമായ പേടികളാണ് ഹോമോസെക്ഷൽ OCDയിൽ സംഭവിക്കുന്നത്. സെക്ഷൽ OCDയിൽ ചില ആളുകൾക്ക് തോന്നുന്നതാണ്, ഞാൻ ഇമ്പൾസീവായി ആരെങ്കിലും ലൈംഗികമായി ചൂഷണം ചെയ്തു പോകുമോ, അല്ലെങ്കിൽ ആരെങ്കിലും റേപ്പ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു പേടി. ഇതും സെക്ഷൽ OCDയുടെ വിഭാഗത്തിൽ വരുന്നതാണ്. റിലീജിയസ് OCD ആണ് മറ്റൊരു പ്രധാനപ്പെട്ട OCD. ദൈവവിശ്വാസമുള്ള ആളുകളിൽ പല ആളുകൾക്കും താൻ പ്രാർത്ഥിച്ചത് ശരിയായ രീതിയിലാണോ, താൻ നിസ്കരിക്കുന്നത് ശരിയായ രീതിയിലാണോ, താൻ വേണ്ട രീതിയിൽ കൃത്യമായ എല്ലാ ക്രമങ്ങളും പാലിച്ചാണോ പ്രാർത്ഥിച്ചത്, ഇത്തരത്തിലുള്ള പേടികൾ, സംശയങ്ങൾ മനസ്സിൽ ഉടലെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനും വീണ്ടും വീണ്ടും ആ ഒരു കൃത്യമായ രീതിയിൽ കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും ആ സമയത്ത് മനസ്സിൽ വരാൻ പാടില്ലാത്ത പല ചിത്രങ്ങൾ മനസ്സിലേക്ക് വരികയും ചെയ്യുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രാർത്ഥന പൂർണ്ണമായി നിർവഹിക്കാൻ സാധിക്കാത്ത അവസ്ഥ, പ്രാർത്ഥിച്ചാലും ഒരു സമാധാനം ലഭിക്കാത്ത അവസ്ഥ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം റിലീജിയസ് OCDയിൽ സാധാരണയായി കാണാറുണ്ട്. മറ്റൊന്നാണ് നമ്മുടെ മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്ന ചില ചിന്തകൾ അല്ലെങ്കിൽ സംശയങ്ങൾ. ഉദാഹരണത്തിന്, നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തോ എന്നുള്ള സംശയം. അതുപോലെ തന്നെ വീട് പൂട്ടി ഇറങ്ങുന്ന സമയത്ത് അത് കൃത്യമായിട്ട് പൂട്ടിയോ എന്നുള്ള സംശയം. ഈ സംശയത്തിൻ്റെ ഒപ്പം പേടി, അതായത് തീ പിടിച്ചു പോകുമോ, അല്ലെങ്കിൽ മോഷ്ടാവ് വീടിനുള്ളിൽ കയറി എല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോകുമോ, ഞാൻ നേരാവണ്ണം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ, ശരിയാവണ്ണം വീട് പൂട്ടിയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ചെക്കിംഗ് സംശയങ്ങൾ. അതായത് വീണ്ടും വീണ്ടും അത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ട ഒരവസ്ഥ അവർക്ക് പലപ്പോഴും സംജാതമാകാറുണ്ട്. ഈ ഒരു രീതിയാണ് ചെക്കിംഗ് OCD എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. പിന്നീട് ചില ആളുകൾക്ക് ഒബ്സസീവായിട്ടുള്ള ചില പെരുമാറ്റ രീതികളുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ ഒരു കാര്യം ചെയ്താലേ അവർക്ക് സമാധാനമാവും. അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചാലേ അവർക്ക് സമാധാനമാകും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതൊരു പ്രശ്നമായി എടുക്കണമെന്ന് പോലും ഇല്ല. അത് നമ്മുടെ ജീവിത രീതിയെ ബാധിക്കാത്തിടത്തോളം കാലം അത് നമുക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊള്ളും. ഇതൊരു ഒബ്സസീവായ ഒരു ബിഹേവിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ്. ഒബ്സസീവായിട്ടുള്ള ചിന്തകളും ചിത്രങ്ങളും അതുപോലെ തന്നെ പ്രേരണകളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒബ്സസീവായ ചിന്തകളും ചിത്രങ്ങളും മറ്റും മനസ്സിൽ വരുന്ന സമയത്ത് അതുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന കമ്പൽസീവായ പ്രവൃത്തികൾ. ഇത്തരത്തിൽ ചെയ്യുന്ന കമ്പൽസീവായ പ്രവൃത്തികൾക്ക് ചില എക്സാമ്പിളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഉദാഹരണങ്ങളാണ്. ഒന്ന്, ചെക്കിംഗ് എന്ന് പറയുന്നത്. ചെക്കിംഗ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തോ എന്നുള്ളത് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുന്ന അവസ്ഥ. അതുപോലെ തന്നെ വാതിൽ പൂട്ടിയത് വീണ്ടും വീണ്ടും മൾട്ടിപ്പിൾ ടൈംസ്, അതായത് ഒന്നോ രണ്ടോ മാത്രമല്ല വളരെയധികം 10-20 തവണ ചെക്ക് ചെയ്യുന്ന ആളുകൾ വരെയുണ്ട്. അതായത് അവർക്ക് അവരുടെ ആ മനസ്സിലുണ്ടാകുന്ന സംശയം, വാതിൽ അടച്ചോ എന്നുള്ള സംശയം അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തോ എന്നുള്ള സംശയം മാറുന്നതുവരെ അത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ അതുകൊണ്ട് അത് മാറുമോ? അത് വീണ്ടും ആ സംശയം മനസ്സിൽ ഉദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സംശയം തീർക്കുക, അല്ലെങ്കിൽ ആ സംശയം കൊണ്ടുണ്ടാകുന്ന പേടി, ആ വാതിൽ അടച്ചുവോ അല്ലെങ്കിൽ അടച്ചില്ലെങ്കിൽ കള്ളൻ കയറില്ലേ എന്നുള്ള ആ ഒരു തരത്തിലുള്ള പേടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. വീണ്ടും വീണ്ടും ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ച് തള്ളി നോക്കുക, അതുപോലെ തന്നെ വീണ്ടും പൂട്ടിയോ എന്നുള്ളത് ഒന്നുകൂടി പരിശോധിക്കുക. അങ്ങനെ പല തവണ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ചെക്കിങ്. ഇത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തോ എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ കാറിൻ്റെ ഡോറ് പ്രോപ്പറായിട്ട് അടച്ചോ എന്നുള്ള രീതിയിൽ, അങ്ങനെ എന്ത് രീതിയിലുള്ള ചെക്കിങ്ങിനും നമ്മൾ ചെക്കിങ് ആയിട്ടുള്ള കമ്പൽഷൻസ് എന്ന് പറയാറുണ്ട്. മറ്റൊന്നാണ് കൗണ്ടിങ് എന്നുള്ള രീതിയിലുള്ള കമ്പൽഷൻസ്.
നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം സംഭവിക്കും. പരീക്ഷയിൽ നമ്മൾ തോറ്റുപോകും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത റിലേറ്റീവായിട്ടുള്ള ആർക്കെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ മക്കൾക്കോ ഒക്കെ അപകടം വരുമോ എന്നുള്ള ചിന്ത. ഇത്തരത്തിലുള്ള ചിന്തയാണ് ഒബ്സസീവായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ ആ ഒരു ചിന്ത കാരണം അല്ലെങ്കിൽ ആ ചിന്തയിലുള്ള കാര്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു 100 തവണ അല്ലെങ്കിൽ 20 തവണ അല്ലെങ്കിൽ 30 തവണ ഇത്തരത്തിലൊരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ടൈംസ്, എത്ര തവണയാണോ ഒരു ആളുടെ മനസ്സിൽ തോന്നുന്നത് അത്രയും തവണ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നുകിൽ എണ്ണുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പോലെയുള്ള എന്തെങ്കിലും റിച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പടിയിൽ തൊട്ട് തലയിൽ വയ്ക്കുന്ന രീതി, ഇത് ഒരു പ്രത്യേക നമ്പർ ഓഫ് ടൈംസ് ചെയ്യുക എന്നുള്ള ഒരു റിച്വൽസ് പാലിച്ചു കൊണ്ടുപോകുന്ന അതാണ് കൗണ്ടിങ് എന്നുള്ള രീതിയിലുള്ള മറ്റൊരു കമ്പൽസീവായിട്ടുള്ള പ്രവൃത്തി. അതുപോലെ തന്നെ ഓർഡറിങ് എന്ന് പറയുന്നത് നമ്മളൊരു സാധനം ഒരു പ്രത്യേക രീതിയിൽ വെച്ചാൽ മാത്രമേ നമ്മുടെ മനസ്സിന് സ്വസ്ഥത വരുന്നുള്ളൂ എന്നുള്ളൊരവസ്ഥ. അപ്പോൾ മനസ്സിൽ തോന്നുകയാണ് ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു രീതിയിൽ തന്നെ വെക്കണം, അതിൻ്റെ ലേബൽ ഫ്രണ്ടിലേക്കായി അത് കൃത്യമായി അത് ഒരു പ്രത്യേക പൊസിഷനിൽ തന്നെ അത് വെക്കണമെന്നുള്ള ഒരു നിർബന്ധം നമ്മുടെ മനസ്സിൽ തോന്നുക, അത് ചെയ്താൽ മാത്രമേ സ്വസ്ഥതയുണ്ടാവുന്നുള്ളൂ എന്നുള്ളൊരവസ്ഥ. ഇതിലാണ് ഓർഡറിങ് എന്നുള്ള കമ്പൽസീവായ പ്രവൃത്തി എല്ലാം വളരെ വളരെ ഓർഡറിൽ വയ്ക്കുന്ന ഒരു രീതി വരുന്നത്. മറ്റൊന്നാണ് ഡിമാൻഡിങ് റീഅഷുറൻസ് എന്നുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളാണ് എന്ന് നമുക്ക് തോന്നിക്കഴിയുകയാണ്, ഉള്ളിൽ തോന്നുന്നു. പക്ഷേ നമ്മൾ ഒരു ഹോമോസെക്ഷൽ ആണോ എന്നുള്ള ഒരു സംശയം നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം നമുക്ക് അസ്വസ്ഥതയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മറ്റൊരാളോട് ചോദിക്കുന്നു, ഞാൻ അങ്ങനെ ആയിരിക്കുമോ, ഇനി അത് എനിക്ക് വെറും ഒരു ചിന്ത വരുന്നതാണോ, അതോ യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ ആയിരിക്കുമോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. മറ്റൊരാളോട്, നമ്മളെക്കാൾ കുറച്ചുകൂടി ഒരു വിവരമുണ്ട് എന്ന് തോന്നുന്ന ആളുകളോട്, അല്ലെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആളുകളോട് വീണ്ടും വീണ്ടും ഒരു റീഅഷുറൻസിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റീഅഷുറൻസിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു കമ്പൽസീവായിട്ടുള്ള പ്രവൃത്തിയാണ്. അതായത് ഇങ്ങനെ കമ്പൽസീവായിട്ട് പല തരത്തിലുള്ള പ്രവൃത്തികളുണ്ട്. മറ്റൊന്നാണ് ഒരു OCD ആയിട്ടുള്ള, നമ്മൾ ഒരു ആളെ കത്തി കൊണ്ട് കുത്താൻ പോകുമോ അല്ലെ കുത്തുമോ എന്നുള്ള പേടി കാരണം കത്തി തന്നെ തൊടാതിരിക്കുന്ന അവസ്ഥ, അതൊരു കമ്പൽസീവായിട്ടുള്ള പ്രവൃത്തിയാണ്. അതായത് ഇത്തരത്തിലുള്ള കത്തി പോലെയുള്ള മെറ്റീരിയൽസ് ഒന്നും കയ്യിലെടുക്കാതിരിക്കുക എന്നുള്ള ഒരു അവോയ്ഡ് ചെയ്യുന്ന തരത്തിലുള്ള കമ്പൽസീവ് പ്രവൃത്തി. മറ്റൊന്ന്, ട്രെയിനിൽ നിന്നും ഞാൻ അറിയാതെ ചാടിപ്പോകുമോ എന്നുള്ള ഒരു പേടി കാരണം ട്രെയിനിൻ്റെ വാതിലിലോ അല്ലെങ്കിൽ ബസ്സിൻ്റെ വാതിലിനടുത്തോ ഒന്നും പോയി നിൽക്കാത്ത അവസ്ഥ, അതും ഒരു കമ്പൽസീവായിട്ടുള്ള ഒരു അവോയ്ഡൻസ് ബിഹേവിയറാണ്. ഇനി മറ്റൊന്ന്, ലൈംഗികപരമായിട്ടുള്ള OCDകൾ എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ സെക്ഷൽ OCDകളിൽ നമ്മൾ ചെറിയ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ എന്നിവരോട് ലൈംഗികമായിട്ടുള്ള ഇടപെടൽ നടത്തുമോ എന്നുള്ള ഒരു പേടി കാരണം അവരുമായിട്ട് അകലം പാലിക്കാൻ ശ്രമിക്കുക, കുട്ടികളെ കയ്യിലെടുക്കാതിരിക്കുക, കുട്ടികളെ മടിയിലെടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരു അവോയ്ഡൻസ്, ആ ഒരു രീതിയിലും കമ്പൽസീവായിട്ടുള്ള പ്രവൃത്തികൾ പ്രകടിപ്പിക്കാറുണ്ട്. അതായത് അത് ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവയിൽ നിന്നും അകലം പാലിക്കാനുള്ള ഒരു ശ്രമം, ഇതും കമ്പൽസീവായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. OCDയിൽ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് കമ്പൽസീവായ പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളൊരു ചോദ്യം. ഇത്തരത്തിലുള്ള കമ്പൽസീവ് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ട് ആ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്നുള്ളൊരു ചോദ്യം. ഇതിന് പ്രധാനപ്പെട്ട ഒരു ഉത്തരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൽസീവായ പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളത് OCD എന്ന അസുഖത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ട് എടുക്കേണ്ടി വരും. അതായത് ഒബ്സസീവായ ചിന്തകളും ചിത്രങ്ങളും അതുപോലെ തന്നെ പ്രേരണകളും ഒക്കെ വരുന്ന സമയത്ത് അതുണ്ടാക്കുന്ന അസ്വസ്ഥതയിൽ നിന്നും താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷപ്പെടലാണ് കമ്പൽസീവായ പ്രവൃത്തികൾ. അതൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു സ്ഥിരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷനല്ല കമ്പൽസീവായ പ്രവൃത്തികൾ. എന്ന് മാത്രമല്ല, കമ്പൽസീവായ പ്രവൃത്തികൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നതിനനുസരിച്ച് ഒബ്സസീവായിട്ടുള്ള ചിന്തകളും ചിത്രങ്ങളും പ്രേരണകളും ഒക്കെ നമ്മുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയി വീണ്ടും വീണ്ടും ഉണ്ടാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മൾ കമ്പൽസീവായ പ്രവൃത്തികൾ ചെയ്ത് അസ്വസ്ഥതയിൽ നിന്നും താൽക്കാലികമായെങ്കിലും ആശ്വാസം തേടാൻ ശ്രമിക്കുന്നതോടുകൂടി അതിനനുസരിച്ച്
ഇത്തരത്തിലുള്ള ഒബ്സസീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒബ്സസീവായിട്ടുള്ള ചിന്തകളും ചിത്രങ്ങളും മറ്റ് പ്രേരണകളുമൊക്കെ വളരെ സ്ട്രോങ് ആയി നമ്മുടെ മനസ്സിലങ്ങോട്ട് രൂഢമൂലമായി മാറുന്നു. അത് പിന്നീട് എടുത്തു കളയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ അതിനെ സ്ട്രോങ് ആക്കി മാറ്റുന്നു. ഇതാണ് കമ്പൽസീവായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് താൽക്കാലികമായി ഒബ്സസീവായിട്ടുള്ള ഈ ഒരു അസ്വസ്ഥതകളിൽ നിന്നും മാറാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ കമ്പൽസീവായ പ്രവൃത്തികൾ ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി അല്ല. അല്ലെങ്കിൽ കമ്പൽസീവായ പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് നെഗറ്റീവായ എഫക്റ്റുകൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. വളരെ താൽക്കാലികമായ അല്ലെങ്കിൽ ക്ഷണികമായിട്ടുണ്ടാവുന്ന ഒരു ചെറിയ ഒരു ആശ്വാസം എന്നതിലുപരി കമ്പൽസീവ് പ്രവൃത്തികൾ നമ്മുടെ അസുഖത്തെ കൂട്ടാൻ മാത്രമേ ഉപകാരപ്പെടുന്നുള്ളൂ. ഇനി മറ്റൊരു ചോദ്യമാണ്, നമ്മൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മൾ ഇതിന് ചികിത്സ തേടേണ്ടത് എന്നുള്ളതാണ്. ഇതിന് രണ്ടിനും കൃത്യമായ ഉത്തരങ്ങളുണ്ട്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ നമ്മൾ ചികിത്സ തേടേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സീരിയസ്ലി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിച്ചു തുടങ്ങുന്നു, നമ്മുടെ നിത്യവുമുള്ള സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തെ ബാധിച്ചു തുടങ്ങുന്നു, നമ്മുടെ സമയത്തെ അത് അപഹരിക്കുന്നു, നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ജോലിയോ പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അത് നമ്മുടെ OCD കാരണം ഈ ഒരു ജീവിതം നമ്മളെ ബാധിച്ചു തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ആ ഒരു OCD ഇവാലുവേറ്റ് ചെയ്ത് അത് എത്രമാത്രമുണ്ട്, അതിനെന്ത് ചികിത്സ എടുക്കണം എന്നുള്ളത് നിർണ്ണയിക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ ചികിത്സ സ്വീകരിക്കുകയും വേണം. ഇനി ചികിത്സ എടുത്തു കഴിഞ്ഞാൽ OCD കംപ്ലീറ്റ് ആയിട്ട് മാറുമോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ സീരിയസ്ലി OCD കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും പൂർണ്ണമായും ഒരു മോചനം ലഭിക്കാൻ ചികിത്സാ രീതികൾ കൊണ്ട് സാധിക്കും. അപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് പൂർണ്ണമായും മാറുമോ എന്നുള്ളത്. OCD പോലെയുള്ള അസുഖങ്ങൾ പൂർണ്ണമായിട്ടും അതിൽ നിന്നും നമുക്ക് പൂർണ്ണമായും ഒരു മോചനം സാധ്യമാണ്. പക്ഷേ അത് വിചാരിച്ച് പിന്നീട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതായത് OCDക്ക് ചികിത്സ എടുത്ത് അത് പൂർണ്ണമായി മാറ്റിയെടുത്താൽ പോലും നമ്മൾ ജീവിതത്തിൽ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ സ്ട്രെസ്സ് മാനേജ് ചെയ്യുന്നതിനും, സ്ട്രെസ്സ് കുറയ്ക്കാൻ വലിയ പാടാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളെയും നേരിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് സ്ട്രെസ്സിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, വീണ്ടും നമ്മുടെ മനസ്സിൽ ഒബ്സസീവായ ചിന്തകളോ ചിത്രങ്ങളോ അല്ലെങ്കിൽ പ്രേരണകളോ വന്നു കഴിഞ്ഞാൽ അവയെ ഏത് രീതിയിലാണ് നമ്മൾ ആദ്യം മുതൽ തന്നെ നേരിടേണ്ടത്, അവയെ സ്ട്രോങ് ആക്കി മാറ്റാത്ത രീതിയിൽ, അവയെ വീക്കൻ ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കയറി വരാത്ത രീതിയിൽ, അവ നമ്മുടെ ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ എങ്ങനെ ഒരു ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം ഏത് രീതിയിൽ ചിട്ടപ്പെടുത്തണം, ഇത്തരത്തിലുള്ള ഒബ്സസീവായ കാര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നെല്ലാം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അതിനാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ ആയിട്ടുള്ള ടെക്നിക്കുകൾ പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മരുന്ന് ചികിത്സയോ മറ്റോ നേടുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും സൈക്യാട്രിസ്റ്റിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി കോഗ്നിറ്റീവ് ബിഹേവിയർ ടെക്നിക്സ്, അതായത് ഒബ്സസീവായിട്ടുള്ള ചിന്തകളെയും ചിത്രങ്ങളെയും പ്രേരണകളെയും മനസ്സിൽ വരുമ്പോൾ അവയെ ഏത് രീതിയിൽ നേരിടണം, അതിനെ ഏത് രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണം, എന്താണ് അവയെ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അവബോധവും അതിനുള്ളൊരു പരിശീലനം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇത്തരം ഒബ്സസീവായിട്ടുള്ള ചിന്തകളും ചിത്രങ്ങളും മറ്റും നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിനെ വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇത്തരം കോഗ്നിറ്റീവ് ടെക്നിക്സ് കൂടി സ്വായത്തമാക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് ഒരിക്കലും OCD എന്നുള്ള ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സിവിയറിറ്റി ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്കതിനെ പൂർണ്ണമായിട്ടും അതിൽ നിന്നും അകന്ന് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് OCDയിൽ. ഇനി എത്ര കാലം മരുന്ന് കഴിക്കേണ്ടി വരും? ഏത് അസുഖങ്ങൾക്കും ഒരു കാലാവധിയുണ്ട് മരുന്ന് കഴിക്കുന്നതിൽ. പക്ഷേ മാനസിക രോഗങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ മാനസിക രോഗം അല്ലെങ്കിൽ പോലും ഇതൊരു മാനസികമായിട്ടുള്ള അസ്വസ്ഥത തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോൾ
ആ മരുന്ന് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ചില രാസപദാർത്ഥങ്ങളുടെ അളവിലും പ്രവർത്തനത്തിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. ഈ അളവും പ്രവർത്തനത്തിലുള്ള മാറ്റമൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറഞ്ഞതൊരു 3 ആഴ്ച മുതൽ 4 ആഴ്ച അല്ലെങ്കിൽ 5 ആഴ്ച വരെ സമയം ഏറ്റവും മിനിമം എടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള തലച്ചോറിലുണ്ടാകുന്ന രാസമാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള രാസമാറ്റങ്ങളൊക്കെ വരുന്നതിലൂടെ നമുക്ക് നോർമൽ രീതിയിലേക്ക് പതിയെ മാറി വരാൻ പറ്റും. അത് വിചാരിച്ച് 1 മാസമോ 2 മാസമോ കൊണ്ട് മരുന്ന് പെട്ടെന്ന് തന്നെ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മരുന്ന് ചികിത്സ എന്നുള്ളത് എന്തായാലും ഒരു 8 മാസമോ 1 വർഷമോ ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സായിരിക്കും. അതിൻ്റെ ഇടയിൽ ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രസ്, നമ്മുടെ മരുന്നിന് നമുക്കുണ്ടാകുന്ന റെസ്പോൺസ് വിലയിരുത്തുകയും അതിൻ്റെ ഒപ്പം തന്നെ കൊഗ്നിറ്റീവ് ടെക്നിക്സ് പഠിച്ച് അതും കൂടി പ്രാവർത്തികമാക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഏകദേശം 1 വർഷത്തോടു കൂടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിപൂർണമായിട്ട് മാറുകയും പിന്നീട് നമുക്ക് കൊഗ്നിറ്റീവ് ടെക്നിക്സ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് ലൈഫിൽ OCD പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ഡോക്ടർ, നിങ്ങളുടെ സൈക്യാട്രിസ്റ്റ് ആ ഒരു മരുന്ന് പതിയെ സ്റ്റോപ്പ് ചെയ്ത് തരികയും ചെയ്യും. പിന്നീട് നിങ്ങൾക്കത് ആവശ്യമേ വരുന്നതില്ല. കാരണം OCD കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ നിങ്ങൾ കൊഗ്നിറ്റീവ് ബിഹേവിയർ ടെക്നിക്സ് സ്വായത്തമാക്കി കഴിഞ്ഞു. അതനുസരിച്ച് നിങ്ങൾക്ക് പിന്നീട് വരുന്ന ചിന്തകളോ ചിത്രങ്ങളോ മനസ്സിൽ വരികയാണെങ്കിൽ അതിനെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ അതിനെ ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് സ്വായത്തമാക്കിയിരിക്കും. അതുകൊണ്ട് തന്നെ ഏകദേശം മാക്സിമം സാധാരണയായിട്ട് 1 വർഷത്തോടു കൂടിയൊക്കെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ അത് എഫക്റ്റീവ് ആവുകയും അത് പരമാവധി പരിപൂർണമായിട്ടും നമ്മളെ അതിൽ നിന്നും സിംറ്റം ഫ്രീ ആക്കി നമുക്ക് മരുന്ന് നിർത്തിയാലും മുന്നോട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യാറുണ്ട്. ഇനി മറ്റൊരു ചോദ്യമാണ്, മരുന്ന് ചികിത്സ ഇല്ലാതെ വെറും കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ടെക്നിക്സ് മാത്രം ഉപയോഗിച്ച് ചികിത്സ തേടിയാൽ പോരെ എന്നുള്ളത്. അത് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. അതിനാണ് നമ്മൾ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി അവരുടെ ഒപ്പീനിയൻ എടുക്കുന്നത്. അവർ നമ്മളെ അസസ് ചെയ്തുകൊണ്ട് നമ്മുടെ OCD എത്രമാത്രം നമ്മളെ ബാധിക്കുന്നു, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയുണ്ട്, അതിനൊരു കാരണം എന്താണ്, ഇതൊക്കെ അസസ് ചെയ്തതിന് ശേഷം അത് മരുന്ന് ചികിത്സ വേണോ വേണ്ടേ എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. എല്ലാറ്റിനും നമ്മൾ തലപുണ്ണാക്കേണ്ട ആവശ്യമില്ല. അതിനാണ് നമ്മുടെ പ്രൊഫഷണൽസ് ഇരിക്കുന്നത്. അവരോട് അതിൻ്റെ പ്രൊഫഷണൽ ഒപ്പീനിയൻ എടുക്കുക. സാധാരണ സിവിയറായിട്ടുള്ള OCDയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ വല്ലാതെ ബാധിക്കുന്ന രീതിയിൽ OCD അനുഭവിക്കുന്ന ആളുകൾക്ക് മരുന്ന് ചികിത്സ നിർബന്ധമായി വരാറുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്ക് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൂടി എടുക്കുന്നതോടുകൂടി അവർക്ക് മരുന്ന് ചികിത്സ തീർന്ന് അസുഖങ്ങൾ സെറ്റിലാവുന്നതോടുകൂടി കൊഗ്നിറ്റീവ് ബിഹേവിയർ ടെക്നിക്സ് സ്ഥിരമായി ജീവിതത്തിൽ ഉപയോഗിക്കാനും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ വന്നാൽ ഉടനെ തന്നെ അതിനെ കൈകാര്യം ചെയ്ത് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവും അയാൾക്ക് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സ എന്ന് പറയുന്നത് മരുന്ന് ചികിത്സയും കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും ഒരുമിച്ച് വേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. മറ്റൊരു ചോദ്യമാണ് സ്വാഭാവികമായും എന്ത് മരുന്നുകളാണ് OCDയിൽ നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത്. സാധാരണ ഈ OCDയിൽ SSRI എന്ന് പറയുന്ന മരുന്നുകളാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് സെറോട്ടോണിൻ എന്ന രാസപദാർത്ഥത്തിൻ്റെ അളവ് നമ്മുടെ തലച്ചോറിൽ വേണ്ട രീതിയിൽ ഉണ്ടാക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു തരം മരുന്നുകളാണ് നമുക്ക് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്തു തരുന്നത്. ഇത്തരത്തിലുള്ള മരുന്നുകൾ കൃത്യമായ രീതിയിൽ, കൃത്യമായ തോതിൽ, കൃത്യമായ ഇടവേളകളിൽ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ വേണ്ട രീതിയിലുള്ള രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമുക്ക് OCDയെ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കുവാനുള്ള ഒരു കഴിവ് ആർജിക്കുവാനും സാധിക്കുന്നു. മറ്റൊരു ചോദ്യം സാധാരണയായി കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമായും മാറിയ OCD പിന്നീട് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് OCD എന്നുള്ളത് ഒരു ആങ്സൈറ്റി ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡറാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ധാരാളം ആങ്സൈറ്റി ഉണ്ടാവുകയും നമ്മൾ ആ ഉത്കണ്ഠ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയും ഉത്കണ്ഠയെ കൃത്യമായിട്ട് അല്ലെങ്കിൽ സ്ട്രെസ്സിനെ നമ്മൾ ലൈഫിൽ കൃത്യമായി കൈകാര്യം ചെയ്യാൻ നമ്മൾ പരാജയപ്പെടുകയും ചെയ്യുന്ന സമയത്ത്
വീണ്ടും ഒബ്സസീവായിട്ടുള്ള ചിന്തകളും ചിത്രങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. അതിനെ കൃത്യമായി നമ്മൾ കോഗ്നിറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്ത് കൈകാര്യം ചെയ്യാൻ അന്നും പഠിച്ചില്ലെങ്കിൽ വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന ചോദ്യമാണ് ഇങ്ങനെയുള്ള റിക്കറൻസ്, അതായത് OCD മാറിയതിന് ശേഷം വീണ്ടും OCD വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി ചികിത്സയെടുത്ത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും മരുന്ന് ചികിത്സയും ഒക്കെ എടുത്ത് OCD പരിപൂർണമായി മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആ ചികിത്സയെ കംപ്ലീറ്റായി മറന്ന് ഇനിയൊന്നും ചെയ്യേണ്ട, ഇനി ഞാൻ കംപ്ലീറ്റ് ഫ്രീ ആണ് എന്ന് വിചാരിക്കുന്നതിന് പകരം കോഗ്നിറ്റീവ് ബിഹേവിയർ ടെക്നിക്സ് പഠിച്ചതെല്ലാം നമ്മുടെ കൃത്യമായിട്ട് നമ്മളത് വീണ്ടും ജീവിതത്തിൽ പാലിക്കണം. പിന്നീട് എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒബ്സസീവായിട്ടുള്ള ചിന്തകളോ ചിത്രങ്ങളോ അതുപോലെ തന്നെ ഇമ്പൾസീവായിട്ടുള്ള കാര്യങ്ങളോ വരികയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച കോഗ്നിറ്റീവ് ബിഹേവിയർ ടെക്നിക്സ് വഴി ആ ഒരു ചിന്തയെ അല്ലെങ്കിൽ ചിത്രത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രേരണയെ നമ്മൾ മാനേജ് ചെയ്യണം. അങ്ങനെ മാനേജ് ചെയ്യാൻ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ നമുക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു ഒബ്സസീവായ പ്രശ്നം വലിയൊരു OCD പ്രശ്നമായി വളരാതെ നമുക്കതിനെ കൃത്യമായിട്ട് അതിൻ്റെ വേരിൽ തന്നെ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അത് വളർന്ന് വലുതാവാത്ത രീതിയിൽ, അത് നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ആദ്യം മുതൽ തന്നെ മാനേജ് ചെയ്യാനുള്ള ആ ഒരു ടെക്നിക്സുകൾ നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ പിന്നീട് OCD വരാത്ത രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. ഇതാണ് റിക്കറൻസ് തടയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിന് ഉത്തരം. ഈ ഒരു പോഡ്കാസ്റ്റ് വളരെ ലെങ്തി ആയതായിരിക്കും എന്നുള്ള എല്ലാ തിരിച്ചറിവോടും കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം OCDയെക്കുറിച്ച് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളെയും പരമാവധി ഉത്തരം നൽകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണിത് വളരെയധികം ലെങ്തി ആയി പോയത്. എന്നാൽ പോലും ഇത് കൂടാതെ നമ്മുടെ ഈ ഒരു ചാനലിൽ OCDയെക്കുറിച്ച് ധാരാളം വീഡിയോകളും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ചുള്ള വീഡിയോകളും എല്ലാം ലഭ്യമാണ്. സമയമെടുത്ത് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുകയും അതിൽ കൃത്യമായിട്ടുള്ള ഒരു നോളജ് അല്ലെങ്കിൽ ഒരു അറിവ് സമ്പാദിക്കുകയും അതിനെ വളരെ സയൻറ്റിഫിക്കായ രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ സമീപിക്കുകയും ചെയ്യുക. അങ്ങനെ കൃത്യമായി അതിനെ സയൻറ്റിഫിക്കായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ പരിപൂർണമായിട്ടും നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും നല്ല ഒരു പരിപൂർണമായ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കാനും സാധിക്കും. OCD കാലങ്ങളായിട്ട് അനുഭവിച്ച് മുന്നോട്ട് പോയ ഒരാൾ അതിൽ നിന്നും മോചിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്നുള്ളത്, അവർ അനുഭവിക്കുന്ന ഒരു ബെറ്റർ ലൈഫ് എന്നുള്ളത്, അതൊരു വലിയ കാര്യമാണ്. അവർക്കൊരു പുതിയ ജീവിതം കൈവന്ന പോലെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ OCD എന്നുള്ള ചെറിയ മാനസിക ബുദ്ധിമുട്ടിൻ്റെ കാര്യം പറഞ്ഞ് നമ്മുടെ ജീവിതം വല്ലാതെ ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തെ പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവാതെ അതിന് കൃത്യമായ സയൻറ്റിഫിക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക, അതിൽ നിന്നും പൂർണ്ണമായി പുറത്തു വന്ന് നല്ല ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ആസ്വദിക്കുക. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്ത് കടക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള അറിവ് നേടുകയും അതിനുള്ള കൃത്യമായിട്ടുള്ള പരിഹാരം, ശാസ്ത്രീയമായ പരിഹാരം തേടുകയും അതെടുത്ത് പരിപൂർണമായും ആ ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്ത് കടക്കുകയും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് സമ്പാദിച്ച് അതിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടി ഏവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. പുതിയൊരു പോഡ്കാസ്റ്റുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.